മതപണ്ഡിതന്മാരിലും നേതാക്കന്മാരിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കന്മാരിൽ പോലും അഹങ്കാരം കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമ്പന്നരിലുമാണ് കൂടുതലായി അഹങ്കാരികളെ കണ്ടുവരുന്നത്. അഹങ്കാരം പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല. നിരവധി ഖുർആൻ വചനങ്ങളുണ്ട്. അദ്ധ്യായം 17 വചനത്തിൽ പടച്ചതമ്പുരാൻ പറയുന്നു, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. ഒരു അറബി കവിതയുണ്ട്. അറിവെന്ന ഭാരം ആര് ചുമക്കുന്നുവോ അതിൻ്റെ കണക്കനുസരിച്ചവൻ താഴ്മയോടെ പെരുമാറേണ്ടതാണ്. ഉയർന്ന മരക്കൊമ്പുകളിൽ പഴങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവയുടെ ഭാരത്തിനനുസരിച്ച് കൊമ്പുകൾ താഴ്ന്നു വരുന്നതാണ്. നീ സമ്പാദിച്ചിട്ടുള്ള ധനമെല്ലാം നിന്റെ സ്വന്തമാണെന്ന് നീ അഹങ്കരിക്കുമ്പോൾ ഭൂമി അതിൻ്റെ കൊമ്പലുകൾ വിളുക്കിക്കാട്ടി പരിഹാസപൂർവം ചിരിക്കും. ജാരന്മാരിൽ നിന്നുണ്ടായ കുഞ്ഞിനെ തൻ്റെ ഭർത്താവ് എടുത്തു ചുംബിക്കുന്നത് കാണുമ്പോൾ വേശ്യ ചിരിക്കുന്നത് പോലെ നിന്റെ ധനത്തിൽ നീ അഹങ്കരിക്കുമ്പോൾ ഭൂമി നിന്നെ പരിഹസിച്ച് ചിരിക്കുന്നു. അറിവുണ്ടായാലും സമ്പത്തുണ്ടായാലും അഹങ്കരിക്കാൻ പാടില്ലെന്നാണ് ഈ കവിതയിലൂടെ പഠിപ്പിക്കുന്നത്.